റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ AVRന് വേണ്ടിയിട്ടുള്ള ഒരു സബ് വൂഫറിന്റെ ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. AVR എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കമ്പനിയെ എടുത്താലും കുഴപ്പമില്ല. അതായത് ഡെനോൺ, ഓങ്കിയോ, അതുപോലെ തന്നെ യമഹ, പൈനിയർ, മറാൻസ്, ഇങ്ങനെയുള്ള ഏത് കമ്പനി എടുത്താലും നമുക്ക് 5.1 ആയാലും 7.1 ആയാലും 7.2, അതുപോലെ തന്നെ 2 സബ് ഔട്ട് ഉള്ളതും 1 സബ് ഔട്ട് ഉള്ളതായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാം. AVRലേക്കുള്ളത് വരുന്നത് സബ് വൂഫറിന് വേണ്ടിയിട്ട് വരുന്നത് സ്പീക്കർ ഔട്ട് അല്ല, ഫ്രീ ഔട്ടാണ്. അതുകൊണ്ട് നമുക്ക് 2 സബ് ഔട്ട് വന്നാലും 1 സബ് ഔട്ട് വന്നാലും ഇതുപോലെ ഒരു ആംപ്ലിഫയർ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ് വൂഫർ നമുക്ക് എത്ര വാട്ടേജ് വേണമെന്നുള്ള രീതിയിലും നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച് അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിലേക്ക് പോകാൻ നമ്മളിത് ഫുള്ളായിട്ട് ഫ്രണ്ട് പാനൽ മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കസ്റ്റമർക്ക് 2 സബ് വൂഫറിന്റെ രീതിയിലുള്ള ആംപ്ലിഫയറും അതുപോലെ തന്നെ 2 സെപ്പറേറ്റ് ഓളിയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പാനൽ അങ്ങനെ ചെയ്തെടുത്തത്. 2 സബ് വൂഫറിലേക്ക് വേണ്ടി 2 ഓളിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നടുക്കായിട്ട് നമ്മളൊരു പവർ ഓൺ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. പുറകുവശത്ത് വന്നിരിക്കുന്നത് നമ്മൾ RCA സോക്കറ്റിലാണ് ഇതിന്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറിന്റെ ഔട്ട് വരുന്നത് ബനാന സോക്കറ്റിൽ തന്നെയാണ്. പ്ലസും മൈനസും റെഡിലും ബ്ലാക്കിലായിട്ട് നമ്മൾ 2 സബിന് വേണ്ടി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ബോർഡുകൾ നോക്കാം. ഇതിനകത്ത് നമ്മൾ ആംപ്ലിഫയർ സെക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് RBL ബോർഡുകളൊക്കെ തന്നെയാണ്. ഒരു സബ് വൂഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മോസ്ഫെറ്റിലെ IRF 260 വരുന്ന 2 മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ക്ലാസ് D ആംപ്ലിഫയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 400 വാട്ടാണ് പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 350-300 വാട്ടോളം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. മോസ്ഫെറ്റ് ആയതുകൊണ്ട് കുറച്ച് ബേസ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അടുത്ത ബോർഡും ഉപയോഗിച്ചിരിക്കുന്ന RBL തന്നെയാണ്. അതിനകത്ത് 6 ട്രാൻസിസ്റ്റർ ആണ് വരുന്നത്. നമുക്ക് 300 വാട്ട് ലഭിക്കും. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടോഷിബ 5200-1943 AB ടൈപ്പ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 300 വാട്ടോളം ലഭിക്കും. അതിൽ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് സബിന്റെ പ്രീയിൽ വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആക്കാനും ഫ്രീക്വൻസിയിൽ ഇത്തിരി ഹാർഡ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പവർ സപ്ലൈ ബോർഡ് നമ്മുടെ തന്നെ സ്വന്തം പവർ സപ്ലൈ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിന്റെ ഇന്റീരിയർ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 സബ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം മേശപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ശരിക്കും സബ് വൂഫറൊക്കെ ഇയർ ഡ്രൈവിൽ വെക്കുമ്പോൾ കേൾക്കാനുള്ള ബേസ് കറക്റ്റ് ആവുള്ളൂ. എപ്പോഴും ഒരു കോർണർ നോക്കി ഫ്ലോറിൽ വെക്കേണ്ടതാണ് സബ് വൂഫർ എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം, ഇന്റീരിയറിൽ നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഫുള്ള് പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഏതാണ്ട് ഒരു 45 വോൾട്ടിന്റെ അടുത്ത് കിട്ടാവുന്ന DC വോൾട്ടാണ്. 45 വോൾട്ട് കിട്ടാവുന്ന രീതിയിലാണ് 2 ബോർഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു 12 കൊടുത്തിരിക്കുന്നു. സബിന്റെ പ്രീവിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒരു 12 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള ഫിൽട്രേഷനാണ് ഈ കാണുന്നത്. 10,000-ന്റെ 4 കപ്പാസിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 40,000 നമുക്ക് ഫിൽട്രേഷൻ കിട്ടും. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 സൈഡിലായിട്ട് 2 വോളിയം കൺട്രോളും സെൻറ്ററിൽ ഒരു പവർ ഓൺ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഫുൾ ഷീൽഡ് വയറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം ഷീൽഡ് വയർ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറിലേക്ക് വേണ്ടിയുള്ള സപ്ലൈ നമ്മൾ 0.5 mm വയറാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. നമ്മൾ 30 ആംപിയർ റിലേയിൽ വരുന്ന 2 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് RBL ബോർഡ് വന്നിരിക്കുന്നത്. ഇത് മോസ്ഫെറ്റ് ആണ്. IRF 260 വരുന്ന 2 മോസ്ഫെറ്റ് വരുന്ന ബോർഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം 400 വാട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു 300-350 വാട്ടോളം കിട്ടും. ഇത് RBLന്റെ ആണ്. ടോഷിബ 5200-1943 വരുന്ന 6 ട്രാൻസിസ്റ്റർ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു 300 വാട്ടോളം ലഭിക്കും. അതുപോലെ തന്നെ RBLന്റെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സബിന്റെ പ്രീ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഗെയിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലും വരുന്നുണ്ട്. ഇതിൽ ഫുള്ള് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് RBLന്റെ ബോർഡ് തന്നെയാണ്. AB ടൈപ്പ് ആംപ്ലിഫയറും ക്ലാസ് D ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ആംപ്ലിഫയർ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സബ് വൂഫറിന്റെ ഔട്ടാണ്. ബനാന സോക്കറ്റ് പ്ലസും മൈനസും കൊടുത്തിരിക്കുന്നു. എൽകോമിന്റെ ഒരു ഫ്യൂസും നല്ല രീതിയിലുള്ള ഒരു ഫ്യൂസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും വയറുകളെല്ലാം ഷീൽഡ് ചെയ്ത് കാണാത്ത രീതിയിലാണ് നല്ല ഭംഗിയിൽ വൃത്തിയിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിന്റെ ഉൾവശം വന്നിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓങ്കിയോൻ്റെ AVRൻ്റെ സബ്വൂഫറിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ ചെയ്ത ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. 2 സബ്വൂഫറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേശമ വെച്ചാണ് സബ്വൂഫർ JBL ആണ്, താഴെ സോണിയാണ്. അപ്പോൾ മേശമ വെക്കുന്നതിൽ കുറച്ച് ബേസ് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഫ്ലോറിൽ വെക്കേണ്ടതാണ് കുറച്ചും കൂടി ബേസ് ഫീൽ ചെയ്യുള്ളൂ. രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. 5 സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയലും ഓഡിയോ ഒക്കെ കേട്ടിരിക്കും. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതായത് ആംപ്ലിഫയറിൽ എന്തൊക്കെ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നു, നമ്മൾ എത്ര വോൾട്ടേജ് ഉപയോഗിച്ചിരിക്കുന്നു, എന്തൊക്കെ സബിൻ്റെ പ്രീ ബോർഡ്, ഇതിൻ്റെ വില വിവരങ്ങൾ എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.